ഹലോ മക്കളെ, ദേ പത്രവാർത്ത തയ്യാറാക്കുക അല്ലേ, എപ്പോഴും നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യമാണത് അല്ലേ. കാരണം എന്താ, എല്ലാ ചോദ്യപേപ്പറിലും ഉണ്ടാവും ഈ ചോദ്യം, പത്രവാർത്ത തയ്യാറാക്കുക. 6ാം ക്ലാസ്സിനാണെങ്കിൽ ഏതെങ്കിലും ഒരു കൃഷിയെക്കുറിച്ചുള്ള വാർത്തയായിരിക്കാം, അതല്ല 7ാം ക്ലാസ്സിനാണെങ്കിൽ ഒരു പക്ഷേ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാവാം. അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രവാർത്ത തയ്യാറാക്കാൻ ചോദിക്കാം. അപ്പം അങ്ങനെ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? പത്രവാർത്ത നമുക്കറിയാം, ഇവിടെ കൊടുത്ത പത്രവാർത്തയൊക്കെ നിങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തലക്കെട്ട് തന്നെയാണ് അല്ലേ. തലക്കെട്ട് വേണം. തലക്കെട്ടോട് കൂടി എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ അധ്യാപകൻ നിങ്ങളുടെ തലക്കിട്ട് തട്ടും അല്ലേ. എന്താടാ തലക്കെട്ട് എഴുതാൻ ചോദിച്ച് തലക്കിട്ട് തട്ടും അല്ലേ. അപ്പം അതുകൊണ്ട് പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നിർബന്ധമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തലക്കെട്ട് എഴുതണം. ഇവിടെ കണ്ടോ നിങ്ങൾ, ഓരോ വാർത്തയുടെയും തലക്കെട്ടുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മക്കൾ കണ്ടു കാണുമല്ലോ. ആ തലക്കെട്ട് നിങ്ങൾ തയ്യാറാക്കി എഴുതണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെയോ, സ്ഥലനാമം ഉണ്ടാകണം. എവിടെയാണോ നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. എവിടെയാണ് നടക്കുന്നത്? പനമരം, കോഴിക്കോട്, അതല്ലെങ്കിൽ താമരശ്ശേരി, അതല്ലെങ്കിൽ കൊല്ലം, അതല്ലെങ്കിൽ കാസർഗോഡ്, അതല്ല തിരുവനന്തപുരം, എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലനാമം നമുക്ക് എഴുതണം. എന്നിട്ട് 2 കുത്തിടണം. അറിയാമല്ലോ പത്രവാർത്ത ആര്, എവിടെ, എപ്പോൾ, എങ്ങനെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉത്തരമാവണം പത്രവാർത്ത. ആര്, എവിടെ, എപ്പോൾ, ഇതൊക്കെ ആ വാർത്തയിൽ ഉണ്ടാവണം. വസ്തുതകൾ സത്യസന്ധമായി, അതാണ് ഏറ്റവും പ്രധാനം. പത്രവാർത്ത വർണ്ണനയോ അതല്ലെങ്കിൽ വിവരണമോ ആയി മാറരുത്. പത്രവാർത്ത കൃത്യമായി സത്യസന്ധമായി കൃത്യതയോടുകൂടി അവതരിപ്പിക്കുന്നതാണ്. ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവം നടന്നു എന്ന് തുടങ്ങി ആ കൃത്യതയോടുകൂടി അവതരിപ്പിക്കണം. അടുക്കും ചിട്ടയിലും എഴുതണം. അടുക്കും ചിട്ടയും അല്ലെ. ഒരു പത്രവാർത്തയ്ക്ക് ഇന്ന സംഭവങ്ങൾ നടന്നു, അതിനുശേഷം ഇന്നത് നടന്നു, ഇന്ന ആളുകൾ പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഇന്ന സംഭവം നടന്നു തുടങ്ങിയ എന്തുണ്ടാവും, അടുക്കും ചിട്ടയിലും വേണം പത്രവാർത്ത തയ്യാറാക്കാൻ. പിന്നെ ഖണ്ഡിക തിരിച്ചെഴുതാം. നിങ്ങളുടെ വിഷയം, അവതരിപ്പിക്കേണ്ട വിഷയം ഒരു പാരഗ്രാഫിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നതാണെങ്കിൽ ഒരു പാരഗ്രാഫ് മതി. ഒരു വിഷയം ഒരുപാട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പാരഗ്രാഫ് തിരിച്ചെഴുതാം. പത്രവാർത്ത നിങ്ങൾ കണ്ടിട്ടില്ലേ, പാരഗ്രാഫ് തിരിച്ചെഴുതിയൊക്കെ കണ്ടില്ലേ? ഇവിടെ ഇത് കണ്ടോ നിങ്ങൾ? അവിടെ പത്രവാർത്തയിൽ നിങ്ങൾക്ക് പത്രവാർത്ത എഴുതുന്ന ഭാഗത്ത് പാരഗ്രാഫ് തിരിച്ചെഴുതി നിങ്ങൾക്ക് കാണാം. അതുപോലെ പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതണം. ഇങ്ങനെയൊക്കെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഏറ്റവും നല്ല പത്രവാർത്ത ഉണ്ടാവുക. ഒരു ഗ്യാരണ്ടി ഞാൻ തരാം, തിങ്കളാഴ്ച നടക്കുന്ന 6ൻ്റെയും 7ൻ്റെയും പരീക്ഷയിൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പത്രവാർത്ത എന്ന് പറയുന്നത്. ആ പത്രവാർത്ത കൃത്യമായിട്ട് എഴുതുക. കൃത്യമായി എഴുതിയാൽ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ആ മാർക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പേപ്പർ, ഓണം കഴിഞ്ഞ് പേപ്പർ കിട്ടുമ്പോൾ പത്രവാർത്തയുടെ മാർക്ക് എനിക്ക് ഫുള്ള് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. കാരണം ഈ പാറ്റേണിലും ഇതേ രീതിയിൽ നിങ്ങൾ പത്രവാർത്ത എഴുതിയാൽ ഒരിക്കൽ നിങ്ങൾക്ക് പത്രവാർത്തയുടെ മാർക്ക് നഷ്ടപ്പെടില്ല. ഓക്കെ ആണോ? അപ്പോൾ പത്രവാർത്ത എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായ മക്കൾക്ക്? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.